ഇത് മാസ് മോട്ടോഴ്സിൽ നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഫോർക്ക് ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ അത് ഓയിൽ സീൽ മാറ്റണം. അതേപോലെ ക്ലച്ച് ടൈറ്റ് കാണിക്കുന്നുണ്ട്, ഇൻഡിക്കേറ്റർ ചെക്കപ്പ്. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലച്ച് ടൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലച്ച് കേബിളും അതേപോലെ തന്നെ ലിവറും തേയ്മാനമുണ്ട്. അപ്പോൾ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല. അപ്പോൾ കേബിളും ലിവറും മാറ്റിയിട്ട് അത് ഓക്കെ ആയിക്കോളും. ഫോർക്കിൻ്റെ ലീക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഓയിൽ സീൽ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ഈ പൈപ്പിൻ്റെ പ്ലേറ്റിങ്ങിന് അത്ര വലിയ പ്രോബ്ലമായിട്ട് തോന്നണില്ല. ഓയിൽ സീൽ മാറ്റിയിട്ട് റെഡി ആയിക്കോളും. ചെറിയ വര പോലെയൊക്കെ വീണിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ചെറിയൊരു വര പോലെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത് തീരെ മോശം അവസ്ഥയിലേക്ക് ആയിട്ടില്ല. പ്ലേറ്റിങ് പൊളിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓയിൽ സീൽ മാറ്റി തൽക്കാലം റീസെറ്റ് ചെയ്യാം, പരമാവധി ഉപയോഗിക്കാം. അതിന് ശേഷം മാറ്റുമ്പോൾ രണ്ടും കൂടി മാറ്റേണ്ടതായിട്ട് വരും. ഏകദേശം 13,000 നമുക്ക് ചിലവുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഓയിൽ സീലും ഡസ്റ്റ് സീലൊക്കെ മാറ്റി നമുക്ക് റീസെറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഓയിൽ ലീക്കായിട്ട് മറ്റേ ഡിസ്ക് ബ്രേക്കുമ്പോഴേക്ക് മൊത്തം ആയിട്ടേ ബ്രേക്കൊന്നും ക്ലിയറായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പക്ഷേ എന്നാലും ബ്രേക്ക് ഓയിലിന് ഡിസ്ക് പാഡ് സെറ്റൊക്കെ ശരിക്കും ഓയിലിൽ കുതിർന്ന പോലെ ആയിരുന്നു. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. ഡിസ്ക് പ്ലേറ്റുമേയും കാര്യങ്ങളെല്ലാം ഓയിലായിരുന്നു. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് ദിവസത്തേക്കൊക്കെ ആ ഓയിൽ മയം ഉള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക് പിടിച്ചാൽ കിട്ടാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കുറേ ഓടി ഹീറ്റായി കഴിയുമ്പോഴൊക്കെയാണ് ശരിയാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ഇതിന് വേറെ നമുക്ക് സർവീസ് വർക്കോ വേറെ കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളാണ് ചെയ്യണേ. ഫോർക്ക് ഓയിൽ ലീക്കിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഓയിൽ സീൽ മാറ്റി ഫോർക്ക് ഓയിൽ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ടൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ക്ലച്ച് ലിവറും കേബിളുമാണ് നമ്മൾ മാറ്റിയിടണേ. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കേസ് പറഞ്ഞേക്കണത് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ബൾബ് പോയേക്കണതാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് അത് റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ എൻ്റെ എസ്റ്റിമേറ്റൊക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നാളത്തേക്ക് ആവുള്ളൂ. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം.